സുഹൃത്തുക്കളെ, ജങ്കാറിൽ ഒരു ആക്റ്റീവ് വന്നാണ് റണ്ണിങ് റിപ്പയർ ആയിട്ട്. അത് ഓൺ ദ വേ പോയിക്കൊണ്ടിരുന്ന കസ്റ്റമർ എഞ്ചിൻ നോയ്സ് ആയിട്ട് കയറ്റിയതാണ്. അപ്പോൾ സംഭവം ചെക്ക് ചെയ്തപ്പോൾ ഇതിന്റെ ഹെഡ് കവറിന്റെ ഗ്യാസ്കറ്റ് ഹാർഡായിട്ട് ഇത് അതിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് നോക്കുക, ഇത് നിങ്ങൾ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പുറമേ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് സ്കൂട്ടറുകളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് ഓയിൽ ലീക്ക് കാണാൻ പറ്റില്ല. പിന്നെയും നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലത്ത് ചെക്ക് ചെയ്താൽ ഡ്രോപ്പ് ആയിട്ട് കിടക്കണം കാണാം. ഇത് മൈൻഡ് ചെയ്യാണ്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹാർഡ് ആവും. ഇത് ഭയങ്കര ചൂടായിട്ട് ഇതിന്റെ റബ്ബർ ബീഡിങ് ഹാർഡ് ആവുമ്പോൾ ഇതിനകത്തുനിന്ന് ഓയിൽ ലീക്ക് വരുന്നതാണ്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അനാബോണ്ട് ഇട്ട ശേഷം പുതിയ ബീഡിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര വലിയ പൈസയും ആവില്ല. നമ്മൾ ഇത്രയും ചെറിയൊരു പൈസ നോക്കി പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ടിലാണ് ഇത് ഇന്ന് അവസാനിക്കുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വെച്ച് ആ ഒരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.